അടിപൊളി ചക്ക കേക്ക് ഉണ്ടാക്കിയാലോ. അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കാരമൽ റെഡിയായി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിന് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടും. ഒരു 10 ചോള ചക്ക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ അടിപൊളി കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അടുത്ത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പൂ ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം. ഒരു മിക്സിയിലേക്ക് 3 മുട്ടയും 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നേരത്തെ കാരമലൈസ് വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. അതെൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സോറി. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പഞ്ചസാര പൊടിച്ച അതേ മിക്സിയിൽ തന്നെ ഒരു 10 ചോള ചക്ക ഇട്ടുകൊടുത്ത് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നമ്മളെ പണിയെല്ലാം എളുപ്പമായി. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണം. ആ മുട്ടൻ്റെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ട് നല്ല ഒന്ന് മിക്സ് ആയി കിട്ടും വേണം. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച ചക്ക പേസ്റ്റ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് പിന്നെ നിങ്ങൾക്ക് ഈ മിക്സിയിൽ വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അണ്ടിപ്പരിപ്പ് വെച്ച് അലങ്കരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളെ ഡെക്കറേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയിട്ട് പിന്നെ ചെറിയ തീയിലാക്കിയിട്ടാണ് 1/2 മണിക്കൂർ വെച്ചിട്ടുള്ളത്. ഇപ്പം മാഷാ അല്ലാഹ് നമ്മളെ ചക്ക കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുമാണ്. ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അടിപൊളി ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ മോനിവിടെ ക്ഷമയില്ലാണ്ട് കാത്തിരിക്കുന്നുണ്ട്. കുറേ സമയം മോനെ നോക്കി നിൽക്കുന്നു. അപ്പം മുറിച്ചിട്ട് നമ്മുടെ മോനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന്
ഡിസ്ലൈക്ക് ചെയ്തെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാനത് ശരിയാക്കിയിട്ട് പൂർവാധികം ശക്തിയോടെ വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.